എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പാണ്. എഗ് ഡ്രോപ്പ് സൂപ്പാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. നമുക്ക് ചെറുതായിട്ട് വേണമെന്നില്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി. ഇപ്പോൾ അരിയാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു 1 പോട്ട് സൂപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഒറ്റ പോട്ടിലേക്ക് തന്നെ എല്ലാം ഇടാം. അപ്പോൾ ഇതൊരു പാനിൽ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാനിലേക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് നമ്മൾ ബീൻസാണ് ചെറുതായിട്ട് അരിയുന്നത്. അതും നമുക്ക് അരിഞ്ഞ് കഴിയുമ്പോൾ സെയിം പാനിലേക്ക് ഇടാം. എല്ലാം കൂടി ഒരൊറ്റ പാൻ മതി. അതാണ് പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ നല്ലതായിരിക്കും. നമുക്ക് കുറേ പാത്രമൊന്നും കഴുകേണ്ട ആവശ്യം വരത്തില്ല. ഇത് ബീൻസ് ഫൈൻ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു 3 കപ്പോളം വെള്ളം അതിലിട്ട് നമുക്കിത് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്മറിൽ വെച്ച് അത് റെഡ്യൂസ് ചെയ്ത് തന്നെ വെന്ത് വരും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ ഷുഗർ, സോൾട്ട്, പെപ്പർ, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് ഇഷ്ടമുള്ളവർക്ക് ഗാർലിക്കും കൂടി ആഡ് ചെയ്യാം. ഇത് ഇത്രയുമാണ്. അതിൻ്റെ മെഷർമെൻറ്റ്സ് അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു തിക്കനിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതൊരിച്ചിരി കട്ടിയിൽ നമുക്ക് സൂപ്പ് കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലവർ ചെറിയൊരു സ്ലറി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടി കിട്ടും. തിളയ്ക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടി കിട്ടും. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ചിക്കൻ ക്യൂബോ അല്ലെങ്കിൽ വെജ് ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അല്ല ഓത്തൻറ്റിക്കായിട്ട് വെക്കാനാണെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് മുട്ട പൊട്ടിച്ച് ഇട്ടിട്ട് അത് നല്ലപോലെ തിളയ്ക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ഡ്രോപ്പ് പോലെ അതിൽ നല്ല എല്ലായിടത്തുമായിട്ട് വരും. അപ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇപ്പോൾ ഒഫീഷ്യലി റെഡി ആയിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യുക, ചൂടോടെ കഴിക്കുക. ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു സൂപ്പാണെങ്കിലും ആൾക്കാർ പെട്ടെന്ന് ഇമ്പ്രസ് ആവും. ആ ഒരു ടെക്സ്ചറും ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.